ഞാൻ ആ ഷെഡിലാണ് കിടന്നപ്പോ ഒരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അമ്മേ അമ്മേ രക്ഷിക്കമ്മേ അമ്മേ അമ്മേ രക്ഷിക്കമ്മേന്നപ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് മർദ്ദനമായിട്ടുണ്ട്. ആ അപ്പൊ ഈ സ്പോട്ടിൽ ആ തെർമോക്കോളിന്റെ അവിടെ ഇതിങ്ങനെ ഒരു പെണ്ണ് കിടക്കുകയാണ്. അപ്പൊ ഞാൻ വന്ന് നോക്കി. അപ്പൊ ഞാൻ വന്ന് നോക്കിയപ്പോ ഉറക്കത്തിൽ നിന്ന് വന്ന് എണീച്ച് നോക്കണത്. നോക്കുമ്പോ എനിക്ക് പെട്ടെന്ന് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഈ പെൺകുട്ടിക്ക് എന്നെ മനസ്സിലായിട്ടുണ്ട്. രക്ഷിക്കാ എന്നെ രക്ഷിക്ക്. ഞാൻ രക്ഷിക്കൂല. കാരണം എനിക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഒരു പെൺകുട്ടി ഒറ്റക്കാണ്. രാത്രിയായാലും പകലായാലും പല പെൺകുട്ടികളും ചിരിച്ചും കളിച്ചും കരഞ്ഞുണ്ടൊക്കെ പോകുന്നുണ്ട് പല ചൂളവെള്ളത്തിനുള്ളിൽ. ചേട്ടൻ എന്താ ചെയ്തത്? ഞാൻ നേരെ ഇവിടെ വന്നിരുന്നു. പിന്നെ രണ്ടാമത് എനിക്ക് ഒറ്റക്കാരൻ പേടിയാ. എന്റെ ഒരു വെട്ടൂല വെളിച്ചൂല ഒന്നുമില്ല, കറണ്ടുമില്ല. അപ്പൊ ഞാൻ പിന്നെയും രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് പെണ്ണായന്റെ പേരിൽ എന്താണ് എന്താണ് പറയണമെന്നാ അല്ലെ ചെയ്യണമെന്നാ എനിക്ക് അവര് പറയണെന്നെങ്കിൽ എനിക്ക് അവര് പേടിയായി പോയി. വീണ്ടും ഇക്കാ എന്ന് രക്ഷിക്കുക, ഇല്ലാസ്ഖാനെ വിളിക്കുക എന്നപ്പോ ഇല്ലാസ് ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ്. അപ്പൊ ഇല്ല ഓട്ടോ വിളിക്കാൻ വേണ്ടിയാണ് ഇല്ലാസ്ഖാനെ വിളിക്കണമെന്ന് അവരുടെ ഉദ്ദേശം ഉണ്ടായി. പക്ഷെ ഞാൻ ഇല്ലാസിന്റെ വീട്ടിൽ പോവില്ല. കൂട്ടുകാരൻ കമറുദ്ദീൻ അവിടെ ഈ ചെമ്മീകരാണ്. അവന്റെ വെട്ടവും വിളിച്ചുണ്ടാവും ഈ രാത്രിയൊക്കെ തന്നെ. അതായത് വലിയ അവശ നിലയിലായിരുന്നു. അപ്പൊ അവനെ വിളിച്ചിട്ടുണ്ടോന്നു, കമറുവിനെ വിളിച്ച്. ഞങ്ങൾ അന്ന് നോക്കുമ്പോ ഈ പെൺകുട്ടി അപ്പോഴാണ് ഈ പെൺകുട്ടിയാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആ പെൺകുട്ടിക്ക് എന്നെ മനസ്സിലായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ ഇരുട്ടിന്റെ പേരില്. ഈ വെട്ടോടിച്ചപ്പോഴാണ് എനിക്ക് ആ പെൺകുട്ടിനെ മനസ്സിലായത്. അങ്ങനെ ആദ്യം തന്നെ 100ലേക്ക് വിളിച്ചു. ഈ പെണ്ണ് കരയാണ് കിടന്നുണ്ട്. ഇങ്ങനെ പിന്നെ കയ്യും കാലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. തല ഇങ്ങനെ വെച്ചോണ്ടിരിക്കുകയാണ്. കൈ ഇതിങ്ങനെ വെച്ച് ഇങ്ങനെ കരയാണ്. അപ്പൊ ഞങ്ങൾ 100ലേക്ക് വിളിച്ചു. ഉടൻ തന്നെ പോലീസ് എത്തി. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ഇല്ലാസിനെ വിളിച്ചു. ഇല്ലാസ് വന്നു. വർഷങ്ങളായിട്ട് ഇവരെ പരിചയമുണ്ട്. ഞങ്ങള് ഒരു 10-20 വർഷമായിട്ട് ഇപ്പോൾ സ്റ്റാൻഡിൽ ഒരുമിച്ച് ഞങ്ങള് ഓട്ടോറിക്ഷ ഒരുമിച്ച് ഓടിക്കുന്ന പരിചയമുള്ളതാണ്. സാമ്പത്തികമായിട്ടൊക്കെ ഇത്തിരി അമ്മ സുഖമില്ലാണ്ട് ഒരു കിടപ്പ് രോഗിയാണ്. പിന്നെ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ. ഇവരെ ഉപജീവനം ഈ ഒരു പെണ്ണുമാനെ കൊണ്ടാണ് നടക്കണതൊക്കെ. അപ്പൊ അത് ഇന്നലെ അത് വളരെ വേദനിപ്പിക്കുന്ന ഒരു സംഭവമായിട്ടാണ് തോന്നിയത്. ഞാൻ വന്നപ്പോൾ ഇതുപോലെ ഭയങ്കര ഒട്ടും അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഈ പെണ്ണ് കിടന്നിരുന്നത്. അതിനൊന്ന് എഴുന്നേപ്പിക്കാനോ മറിയാനോ ചെരിയാനോ പറ്റാത്ത അവസ്ഥ. അപ്പൊ പോലീസ് അവരുടെ സാന്നിധ്യത്തിൽ ഓട്ടോറിക്ഷ കയറ്റാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, സാറ് ഓട്ടോറിക്ഷയിൽ ഇതിനെ കയറ്റാൻ പറ്റൂല, തീരെ ആവശ്യതയാണ്, സാർ എന്തായാലും ആംബുലൻസ് വിളിക്കുന്നു തന്നെ. അങ്ങനെ അവര് സാറുമാര് അഞ്ചാമത്തെ ആംബുലൻസ് വിളിച്ചപ്പോഴാണ് ഈ മെഡിക്കൽ ടെസ്റ്റിൽ അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ ആംബുലൻസിൽ സ്ട്രെച്ചർ കൊണ്ടുവന്ന് പക്കയിൽ തന്നെ ഞങ്ങൾ കയറ്റിയാണ് ആസ്പത്രിയിലേക്ക് കൊണ്ടുപോയത്. സ്ഥലത്ത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിന് മുന്നേ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കുഴിപ്പുള്ളി ബീച്ചിൽ മാറിയിട്ടാണ് ഇതിക്ക് മുമ്പ് ആക്രമണങ്ങളും മരണങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. എന്തിനാണ് മർദ്ദിച്ചതെന്ന് ഇവര് പറഞ്ഞിട്ടുണ്ടോ? മർദ്ദിച്ച് എന്തിനാണെന്ന് സംഭവം ഒന്നും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഇവിടെ എന്നെ കുനിച്ച് നിർത്തി ഇടിച്ചെന്നൊക്കെ പറയുന്നല്ലാണ്ട് വേറെ എന്തുകൊണ്ടാണ് സംഭവം ഇടിച്ചതെന്നുള്ളത് അങ്ങനത്തെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ആശുപത്രിയിലാക്കുമായിരുന്നു. അപ്പൊ ഇവരുടെ ബന്ധുക്കൾ ഇവര് കൂടുതൽ പിന്നീട് പറയാനായിട്ട് ഇവരുടെ അമ്മക്ക് സുഖമില്ലാത്തതിന്റെ പേരിൽ അവരൊരു കൂട്ടുകാരത്തി പെണ്ണിട്ട് അവരുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ആ പെണ്ണിനെ വിളിച്ച് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വരുത്തിച്ച് വീട്ടിൽ പോയി. പിന്നെ എക്സ്റേ എടുത്തപ്പോഴൊക്കെ ഞാനൊക്കെ തന്നെ ഒന്ന് ഈ പെണ്ണിനെ അനങ്ങാൻ പറ്റാണ്ടായിട്ട് എക്സ്റേയുടെ സ്റ്റാൻഡിന്റെ അടിയിലേക്ക് ഞാൻ